ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. The next topic in hire purchase accounts is calculation of cash price when the rate of interest and different installments only are given. ഹയർ പർച്ചേസ് അക്കൗണ്ടുകളിലെ അടുത്ത ടോപ്പിക് ഇൻസ്റ്റാൾമെൻറ്റുകളും പലിശ നിരക്കും മാത്രം തന്നിട്ടുള്ളപ്പോൾ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. When the cash price is given, we calculate the amounts of interest in different years starting from the cash price. For the first year, interest is calculated on the cash price at the given percentage of interest. Then for the next year, interest is calculated on the cash value outstanding to pay after deducting the cash value in the installment paid in the first year from the cash price of the asset. And for the third year, interest is calculated on the cash value outstanding after deducting the cash values in the first and second installments from the cash price and so on. അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് തന്നിട്ടുള്ളപ്പോൾ നാം ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാഷ് പ്രൈസിൽ തുടങ്ങിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസിൻ്റെ നിശ്ചിത പെർസെൻറ്റേജിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇനി രണ്ടാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ ക്യാഷ് പ്രൈസിൽ നിന്ന് ആദ്യ വർഷം കൊടുത്ത ഇൻസ്റ്റാൾമെൻറ്റിനകത്തെ ക്യാഷ് വാല്യൂ കുറച്ചിട്ട് ബാക്കി കൊടുക്കാൻ നിൽക്കുന്ന ക്യാഷ് വാല്യൂവിനായിരിക്കും തന്നിരിക്കുന്ന നിരക്കിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ ക്യാഷ് പ്രൈസിൽ നിന്ന് ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റിനകത്തെ ക്യാഷ് വാല്യൂവും സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റിനകത്തെ ക്യാഷ് വാല്യൂവും കുറച്ചിട്ട് ബാക്കി കൊടുക്കാൻ നിൽക്കുന്ന ക്യാഷ് വാല്യൂവിനായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഇൻ സിമ്പിൾ, വെൻ ദി ക്യാഷ് പ്രൈസ് ഇസ് ഗിവൺ, the amount of interest in different years are calculated starting from the cash price. ചുരുക്കത്തിൽ ക്യാഷ് പ്രൈസ് തന്നിട്ടുള്ളപ്പോൾ വിവിധ വർഷങ്ങളിലെ പലിശ എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാഷ് പ്രൈസിൽ തുടങ്ങിയാണ്. If so, cash price can be calculated by back calculation when it is not given. അങ്ങനെയെങ്കിൽ ക്യാഷ് പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ തിരിച്ചുള്ള കാൽക്കുലേഷനിലൂടെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാം. Let's see the calculation of cash price through an illustration. നമുക്ക് ക്യാഷ് പ്രൈസിൻ്റെ കാൽക്കുലേഷൻ ഒരു ഇല്ലസ്ട്രേഷനിലൂടെ നോക്കാം. The question is, X bought a machinery on 1st January 2012 under hire purchase system from Elegant Machines. Rupees 20,000 is paid on signing the agreement and the balance in 3 annual installments of rupees 24,000 each. Interest is charged at 20% per annum. Calculate the cash price of the machine. Statement showing calculation of cash price. The different columns required are number of installments, closing balance, amount of installment, total, interest, opening balance. Let's take the last installment, that is third installment first, as it is by calculation. ബൈ കാൽക്കുലേഷൻ വേണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യം എടുക്കാം. നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് കോളം 3, ക്ലോസിംഗ് ബാലൻസ്, ദാറ്റ് ഈസ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ടു പേ ആഫ്റ്റർ പേയിങ് ദി തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതിന് ശേഷം കൊടുക്കാൻ നിൽക്കുന്നത്. സിൻസ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, നത്തിങ് ഈസ് പേയബിൾ ആഫ്റ്റർ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആയതുകൊണ്ട് അതിനുശേഷം ഒന്നും കൊടുക്കാനില്ലല്ലോ, അതുകൊണ്ട് നിൽ. Now, how much is the amount of installment? How much is the amount of third installment? The amount of all installments are rupees 24,000. So, in the amount of installment column, rupees 24,000. Now, in the total column also rupees 24,000, because now only this rupees 24,000 is there in our calculation. Okay, and the interest is 24,000 into 20 by 120.
because 24,000 is the amount of installment including the interest. That is 24,000 is the 100 principal plus 20 interest, that is 120 amount. 24,000 എന്ന് പറയുന്നത് പലിശയും കൂടെ ചേർന്ന എമൗണ്ട് ആണ്. അതായത് മുതൽ 100ഉം പലിശ 20ഉം കൂടെ ചേർന്ന 120 എമൗണ്ട് ആണ് 24,000. Therefore, the interest only in that is 20 by 120. അതുകൊണ്ട് അതിനകത്തെ പലിശ മാത്രം എന്ന് പറയുന്നത് 24,000 ഇൻറ്റു 20 ബൈ 120 ആണ്. അതായത് ₹4,000. Now opening balance, that is the amount payable before paying the third installment. അതായത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതിന് മുൻപ് കൊടുക്കാനുണ്ടായിരുന്നത്. How much was the amount payable before paying the third installment? 24,000 is paid with ₹4,000 interest. So the amount payable was, the cash value payable was ₹20,000. That is 24,000 minus 4,000. തേർഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതിന് മുൻപ് കൊടുക്കാനുണ്ടായിരുന്നത് എത്രയാണ്? 24,000 ആണ് പലിശയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പലിശ കൂടാതെ കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് എത്രയാണ്? അതായത് കൊടുക്കാനുണ്ടായിരുന്ന ക്യാഷ് വാല്യൂ എത്രയാണ്? 24,000-ൽ നിന്ന് 4,000 പലിശ കുറച്ചിട്ട് ബാക്കി 20,000. Okay, now let's take the next installment, that is second installment. Okay, so in the number of installments column 2, closing balance, that is balance payable after paying the second installment. Balance payable after paying the second installment is balance payable before paying the third installment. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തതിന് ശേഷം കൊടുക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് കൊടുക്കുന്നതിന് മുൻപ് കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതായത് 20,000 രൂപ തന്നെ. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 20,000. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് 24,000 itself, because all installments are ₹24,000. Now in the total column 20,000 plus 24,000, that is 44,000. അതായത് ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ ഉള്ളത് രണ്ട് എമൗണ്ടുകളാണ്, 20,000 24,000. അപ്പോൾ ടോട്ടൽ 44,000. ഓക്കെ, now the interest is 44,000 into 20 by 120, that is 7,333. Now the opening balance, that is balance payable before paying the second installment. Okay, അതായത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതിന് മുൻപ് കൊടുക്കാനുണ്ടായിരുന്നത് അതെത്രയാണ്? നേരത്തെ ചെയ്തതുപോലെ തന്നെ 44,000-ൽ നിന്ന് ഇൻട്രസ്റ്റ് 7,333 കുറച്ചതിന് ശേഷം ബാക്കി 36,667 രൂപ. ഓക്കെ, now let's take the first installment. Closing balance 36,667 itself. Amount of installment 24,000 തന്നെ. Total 36,667 plus 24,000, that is 60,667. Interest is 60,667 into 20 by 120, that is ₹10,111. Okay, now the opening balance is 60,667 minus 10,111, that is 50,556. Okay, so this is the cash price of the asset. Now let's discuss another illustration. Next question is, on 1st April 2012, Bosch Motors purchased a Tempo van on hire purchase system from Gillette Bankers. The terms are that Bosch Motors would pay ₹2 lakh down on signing of the contract and 4 annual installments of ₹1,10,000 each commencing from the beginning of the next year. Bosch Motors charged depreciation at the rate of 10% per annum on cost under diminishing balance system. Gillette Bankers charge interest at the rate of 10% per annum in their hire purchase contract. Prepare van account and Gillette Bankers account and interest account in the books of Bosch Motors. I would like to discuss only the question, don't like to work out the question, because only a single difference is there in the question, that is down payment is also given in the question. Okay, so the calculation is in the same way. Cash price calculate ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. To the last arrived at amount, the down payment is also to be added. That is only required. ഈ ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, കാരണം ഒരു ഡിഫറൻസ് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. ഡൗൺ പേയ്മെന്റും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേഷനൊക്കെ ഒരേപോലെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വരച്ച് ചെയ്യുന്നു.
ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്യാഷ് പ്രൈസ് കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതുപോലെ അക്കൗണ്ടുകൾ കൂടെ ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ ഇല്ലസ്ട്രേഷൻ. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ ഈസ് ഫ്രം ദി ഫോളോയിങ് ഡിറ്റർമൈൻ ക്യാഷ് പ്രൈസ് ഇൻ ഈച്ച് കേസ്. എ. Raj purchased a machine on hire purchase system. He pays rupees 10,000 down and rupees 8,000, rupees 7,000 and rupees 6,000 at the end of second year, fourth year and sixth year respectively. Interest is charged by the hire vendor at 10% per annum at 2 yearly rest on the unpaid balance. Now B. Kumar purchased a machinery on hire purchase system. He pays rupees 20,000 down and rupees 16,300, rupees 14,200 and rupees 12,100 in 3 installments respectively at the interval of 2 years. Rate of interest is 10% per annum at yearly rest. Let's take part A of the question. The only difference in the question is the installments are paid in 2 years and the interest is 10% per annum at 2 yearly rest on the unpaid balance. ഈ ക്വസ്റ്റ്യനിലെ ഏക വ്യത്യാസം ഇത് മാത്രമാണ്. ഇൻസ്റ്റാൾമെൻറ്റുകൾ കൊടുക്കുന്നത് 2 വർഷങ്ങൾ കൂടുമ്പോഴാണ്. ഇൻട്രസ്റ്റ് 10% per annum ആണ്. അത് അറ്റ് 2 yearly rest on unpaid balance. അതായത് 2 വർഷം കൂടുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്ന എമൗണ്ടിനാണ് പലിശ ചാർജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങൾ കൂടുമ്പോഴുള്ള പലിശ എത്രയാണ്? പലിശ 10% പെർ ആനം ആണല്ലോ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ 10%, രണ്ടാമത്തെ വർഷത്തെ 10%, അങ്ങനെ 20% പലിശയാണ് 2 വർഷങ്ങൾ കൂടുമ്പോൾ ഇൻസ്റ്റാൾമെന്റിനൊപ്പം കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുള്ളത് 10% ആണ് എന്ന് വെച്ച് 10/120 എടുത്താൽ പോരാ, 20/120 തന്നെ എടുക്കണം എന്ന് മാത്രം. കാരണം ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 2 വർഷങ്ങൾ കൂടുമ്പോൾ ഇൻസ്റ്റാൾമെന്റുകൾ കൊടുക്കുന്നതിനൊപ്പമാണ്. Now let's take part B of the question. Kumar purchased a machinery on hire purchase system. He pays rupees 20,000 down and rupees 16,300, 14,200 and 12,100 in 3 installments respectively at the interval of 2 years. Rate of interest is 10% per annum at yearly rest. Here also installments are paid in 2 years. The interest rate is 10% but അറ്റ് ഇയർലി റെസ്റ്റ്. ഇവിടെയും ഇൻസ്റ്റാൾമെന്റുകൾ കൊടുക്കുന്നത് 2 വർഷങ്ങൾ കൂടുമ്പോഴാണ്. പലിശ നിരക്ക് 10% തന്നെ. എന്നാൽ ദാറ്റ് ഈസ് അറ്റ് ഇയർലി റെസ്റ്റ്. അത് ഓരോ വർഷവും കൂടുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്ന എമൗണ്ടിനാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തെ എമൗണ്ടിന് 10% പലിശ, ആദ്യത്തെ വർഷത്തെ പലിശ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്, കാരണം ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടില്ലല്ലോ, രണ്ടാമത്തെ വർഷം മാത്രമാണല്ലോ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വർഷത്തെ പലിശ 10% കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് അതിന് പലിശയ്ക്കുള്ള പലിശയും കൂടെ ചാർജ് ചെയ്യുന്നു. അതായത് ആ 10%ന്റെ 10% 1, അതായത് 10 + 1 11% പലിശ ആദ്യത്തെ വർഷത്തെ എമൗണ്ടിന് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ 10%വും ആദ്യത്തെ വർഷത്തെ 11% കൂടെ കൂട്ടി 21% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 21/121 എടുക്കണം എന്ന് മാത്രം. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.